ഹലോ ഗേസ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ചുക്കുവാനിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ചുക്കുവാന എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രൊനൗൺസേഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര്, ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ വെക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് യോഗർട്ട് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തൈരില്ലേ, അത് 2-3 സ്പൂണ്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഈ ഗാർലിക് ചോപ്പ് ചെയ്തിട്ടുള്ളത്, ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് കുറച്ച് ഓയിൽ ഇതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ഫ്രൈ ചെയ്യേണ്ട, കുറച്ചൊരു നോർമൽ ഫ്രൈ ചെയ്തതിന് ശേഷം എടുത്ത് വെക്കാം കേട്ടോ. ഇതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇങ്ങനെ ചട്ടിയിൽ കിടക്കുന്ന കാണുമ്പോഴുണ്ടല്ലോ ഗൈസ്, കഴിക്കണം എന്ന് തോന്നും, പക്ഷെ കഴിക്കരുത് കേട്ടോ. എന്താ പറയുക, നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ ചേർത്താനുണ്ട്. അതായത് ഉള്ളി, പച്ചമുളക്, മല്ലിയില, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിങ്ങോട്ട് ഇളക്കി പരട്ടി അവിടെ വെക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ നല്ലപോലെ ടെൻഡൻസി തോന്നും. അങ്ങനെ ഞാനൊരു 2 എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് പിന്നെ കുക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയാണ്. ഇതിൽ നമ്മൾ ഈ സാധനം ചേർക്കണം. ബൈ ദ വേ, ഇത് പറഞ്ഞില്ലല്ലോ, ഇപ്പം പറഞ്ഞുതരാവേ. അതായത് രമണ, നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ രണ്ടും ഇല്ലെങ്കിൽ കുറച്ച് ഓയിലെങ്കിലും ഒഴിച്ചിട്ട് കുറച്ചധികം കസൂരി മേത്തി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്ര ഇട്ടിട്ട് നമ്മൾ ഒന്ന് കരിയിക്കാതെ എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു യോഗർട്ട് അല്ലെങ്കിൽ കേർഡിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ സംഭവമാണ് അത്. നമ്മൾ യോഗർട്ടിൻ്റെ മിക്സ് ചിക്കനിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സാക്കി വെക്കാം കേട്ടോ. സത്യം പറയാമല്ലോ, എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം യോഗർട്ടിന് ചെറിയൊരു പുളിപ്പാണ്. അപ്പോൾ അത് ചിക്കനിൽ എങ്ങനെ സെറ്റ് ആകുമോ ഇല്ലയോ. അങ്ങനെ എൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടിയത് ഞാൻ എൻ്റെ ഈ സാധനം ചപ്പാത്തിയിൽ ഇതുപോലെ റോൾ ചെയ്തിട്ട് കഴിച്ചപ്പോഴാണ് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കൈസ്. ഇത് ചപ്പാത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ലഞ്ചായിട്ടും കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം, ഡയറ്റ് എടുക്കുന്നവർക്കും കഴിക്കാം, ഡയറ്റ് എടുക്കാത്തവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാം, മുതിർന്നവർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. ഇത് ഭയങ്കര ഈസിയാണ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.